1996-ലാണ് ഇ.കെ. നായനാർ സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള ആദ്യ നടപടികൾ ആരംഭിച്ചത്. തുറമുഖത്തിന്റെ സാധ്യതകൾ പഠിക്കുന്നതിന് സമിതിയെയും നിയോഗിച്ചു. 2001-ൽ അധികാരത്തിൽ വന്ന എ.കെ. ആന്റണി സർക്കാർ പഠനം പൂർത്തിയാക്കാതെ ടെൻഡറിലേക്ക് കടന്നു. കാര്യമായ പരിശോധന നടത്താതെയുള്ള നീക്കം തിരിച്ചടിയായി. കൺസോർഷ്യത്തിന് അന്നത്തെ കേന്ദ്ര സർക്കാർ സുരക്ഷാ അനുമതി നിഷേധിച്ചു. 2006-ൽ അധികാരത്തിലെത്തിയ വി.എസ്. സർക്കാർ അനുമതിക്കായി കേന്ദ്രത്തെ സമീപിച്ചു. എന്നാൽ കേന്ദ്രം വീണ്ടും സുരക്ഷാ അനുമതി നിഷേധിച്ചു. അന്ന് എ.കെ. ആന്റണിയായിരുന്നു പ്രതിരോധ മന്ത്രി. 2008-ൽ LDF സർക്കാർ സർവകക്ഷി യോഗം ചേർന്ന് ചർച്ച നടത്തി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ ലാൻകോ കൊണ്ടപ്പള്ളി നൽകിയ കൊട്ടേഷൻ അംഗീകരിക്കപ്പെട്ടു. ടെൻഡറിൽ പങ്കെടുത്ത ചില കമ്പനികൾ കോടതിയിൽ പോയതോടെ ലാൻകോ പിന്മാറി. തുടർന്ന് ലാൻഡ് ലോഡ് മോഡലിൽ പദ്ധതി നടപ്പാക്കാൻ ശ്രമം ആരംഭിച്ചു. 2010 ഒക്ടോബറിൽ തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പാരിസ്ഥിതിക അനുമതിക്കായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന് കീഴിലുള്ള പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി പഠനത്തിനുള്ള അനുവാദം നിഷേധിച്ചു. 2011-ൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാർ LDF സർക്കാർ ആവിഷ്കരിച്ച മാതൃകയിൽ നിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ നടപടികളുണ്ടായില്ല. 2012 ഒക്ടോബർ 23-ന് വിഴിഞ്ഞം വികസന പദ്ധതിയിൽ സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെ LDF ജനകീയ കൺവെൻഷൻ ചേർന്നു. 2013 ഏപ്രിൽ 3-ന് വീണ്ടും ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അതേ വർഷം ഏപ്രിൽ 16-ന് പദ്ധതിക്ക് വേണ്ടി വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ മനുഷ്യച്ചങ്ങലയും തീർത്തു. പിണറായി വിജയൻ ആദ്യ കണ്ണിയായി. തുടർ പ്രക്ഷോഭത്തിന്റെ സമ്മർദ്ദത്തിൽ 2015 ഓഗസ്റ്റ് 17-ന് ഉമ്മൻചാണ്ടി തുറമുഖ നിർമ്മാണത്തിനായി അദാനി പോർട്സുമായി കരാർ ഒപ്പുവെച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ ഡൽഹിയിൽ വെച്ച് എത്തിച്ചേർന്ന കരാർ ഏകപക്ഷീയമായിരുന്നു. സർക്കാരിനായിരുന്നു അധിക ബാധ്യത. 2016-ൽ അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാർ കരാറിൽ കൂടുതൽ വ്യക്തത വരുത്തി മുന്നോട്ടു പോവുകയായിരുന്നു. 2017-ൽ ഓഖി ചുഴലിക്കാറ്റ് തുറമുഖത്ത് നിർമ്മിച്ച പുലിമുട്ടിനെ തകർത്തു. എന്നാൽ സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ നടത്തിയ ഇടപെടലുകൾ പദ്ധതിയുടെ വേഗം വർദ്ധിപ്പിച്ചു. പ്രതിലോമ ശക്തികളും പ്രതിപക്ഷവും ഉയർത്തിയ എതിർപ്പുകളെയെല്ലാം ജനപിന്തുണ ഉറപ്പിച്ച് സർക്കാർ നേരിട്ടു. 2023 ഒക്ടോബർ 15-ന് ക്രെയിനുമായി ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തി. 2024 ജൂലൈ 11-ന് ആദ്യ ചരക്കു കപ്പലും. 2024 ജൂലൈ 12-ന് തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും നടന്നു.